വെൽക്കം ടു ബുദ്ധിസ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 9 മിനിറ്റ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ലൊക്കേഷനിലെ ഒരു പ്രീമിയം വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ്. ഈ ഒരു വീട് വികാസ് ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും വർക്ക് ഏരിയ യൂട്ടിലിറ്റി ഫെസിലിറ്റീസോട് കൂടിയാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. കോമ്പിനേഷൻ എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 2 ബാൽക്കണിയാണ് ഫ്രണ്ട് എലിവേഷനിൽ വരുന്നത്. സ്റ്റോപ്പിംഗ് റൂഫിനോട് ചേർന്ന് ഒരു വുഡൻ വീഡിങ് നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളം ഇന്റർണൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ നാച്ചുറൽ സ്റ്റോൺ നൽകി വളരെ മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത്. 4.5 മീറ്ററോളമാണ് ഇവിടുത്തെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ 2 പില്ലറിൻ്റെ മിഡിൽ പോർഷനിൽ 2-വേ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 15 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉള്ളത്. ഒരു SUV വാഹനം തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വന്നാൽ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ കാണാം. കൂടാതെ ഇവിടെയായിട്ട് KW വാട്ടർ കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണ് ഉള്ളത്. 10.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സൗകര്യം നമുക്ക് ഇവിടെയായിട്ടാണ് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 2 സെക്ഷനായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു ഗാർഡൻ കാണാം. കൂടാതെ ഈ ഒരു കോർണറിലും നാച്ചുറൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് ഭംഗിയായി ഒരു പ്ലാന്റ് ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 10 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ നമുക്കൊരു വെജിറ്റബിൾ ഗാർഡൻ ചെയ്തെടുക്കാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി മാറ്റ് ഫിനിഷ് ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 6.5 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു വാളിലായി മനോഹരമായ ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ടുള്ള ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിൽ ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും വിൻഡോകൾ നൽകിയിട്ടുണ്ട്. വിൻഡോകളുടെ മിഡിൽ പോർഷനിലുള്ള ഗ്ലാസ് പെർമനൻ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ പീസിൽ വാം ലൈറ്റും നൽകിയിട്ടുണ്ട്. ഒരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. മനോഹരമായി നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് TV യൂണിറ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ബാക്ക് സൈഡിൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് വർക്കാണ് വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഒരു സൈഡിലായിട്ട് ഡക്കർ സ്പേസും വരുന്നുണ്ട്. ഡക്കർ സ്പേസിൻ്റെ ഉള്ളിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടി വുഡിൽ ചെയ്ത ഒരു പാനൽ വരുന്നുണ്ട്. പാനലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് CNC കട്ടിംഗ് ഒക്കെ വന്ന് സിലിണ്ടറിക്കൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇരു ഭാഗത്തുമായിട്ട് ഡക്കർ സ്പേസും വരുന്നുണ്ട്. ഡക്കർ സ്പേസിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. 10 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് വലിയൊരു വിൻഡോയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഈ പോർഷൻ്റെ മുകൾ ഭാഗത്തായിട്ട് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് ബാംബു ഡിസൈനുള്ള ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് സീലിംഗ് വർക്ക് ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് വരുന്നത്.
ഈ ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് മൊറോക്കൻ പാറ്റേണിലുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് മനോഹരമായ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് മുകൾ ഭാഗത്ത് CNC കട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. കൂടാതെ 2 മനോഹരമായ ഹാങ്ങിങ് ലൈറ്റും 2 സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ വിശാലമായ ഈ കിച്ചൺ വരുന്നത്. 12 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. 2 ലെയറായി ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. കബോർഡ് വർക്കിൻ്റെ ഹാൻഡിൽ വരുന്നത് പ്രൊഫൈൽ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റുമാണ് വരുന്നത്. കൂടാതെ ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ളൊരു സിങ്ക് നൽകിയിട്ടുണ്ട്. 2 ടാപ്പും നൽകിയിട്ടുണ്ട്. ധാരാളം പവർ പോയിന്റ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വരുന്നത് ഈ ഒരു വർക്ക് ഏരിയയിലേക്കാണ്. 9 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. കൗണ്ടർ ടോപ്പായി നാനോ വൈറ്റ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. കൂടാതെ ഇവിടെയും വലുപ്പമുള്ള ഒരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലാണ് എല്ലായിടത്തും നൽകിയിരിക്കുന്നത്. കൂടാതെ സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ടും ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വർക്ക് ഏരിയയിലേക്ക് അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 2-3 പവർ പോയിന്റും ഈ ഒരു വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും ഈ ഒരു സൈഡിലായിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറുള്ള ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിലും സൈഡ് വാളിലും ചെയ്തിരിക്കുന്നത്. കൂടാതെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ തമ്മിൽ ഒരു സെപ്പറേഷനും ഉണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റും ഫ്ലഷിംഗ് സിസ്റ്റവുമാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടർ. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. മെറ്റൽ ഫ്രെയിമിൽ ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ഉം വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു പാസേജിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും വുഡൻ പീസിലുള്ള ഒരു വാൾ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇത് ഡൈനിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. പിന്നീട് നമ്മൾ വരുന്നത് ഇവിടുത്തെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. 11.5 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും വലുപ്പമുള്ള വിൻഡോകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇവിടെയും ഒരു കോർണർ സെറ്റിയൊക്കെ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു പാസേജിൻ്റെ സീലിംഗ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ഹാൻഡ് റെയിൽ വുഡും MS-ഉം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിൻ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും
വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. 3 ഡോറുള്ള ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു ഷെൽഫ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ടൈല് തന്നെയാണ് ഈ ബാത്റൂമിൻ്റെ ഫുൾ വോളിലും നൽകിയിരിക്കുന്നത്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റും ഫ്ലഷിംഗ് സിസ്റ്റവുമാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയ ഈ ഒരു ബാത്റൂമിന് എക്സ്പോസ്റ്റ് ഫാനും അതുപോലെ തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയിലേക്ക് ഒരു ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സീലിംഗിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു പോർഷനിൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 ഡോറുള്ള ഒരു വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. ഈ വാൾഡ്രോബ് കൂടാതെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് അത്യാവശ്യം ലോക്കർ സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ, താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ടും ഫുൾ വോളിലും നൽകിയിരിക്കുന്നത്. കൂടാതെ സെറയുടെ വാട്ടർ ക്ലോസറ്റും ഫ്ലഷിംഗ് സിസ്റ്റവുമാണ് വരുന്നത്. ജാഗ്വാറിന്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫ് ഷീറ്റിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ കോമൺ ബാൽക്കണി വരുന്നത്. 11.5 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിന്റെ വർക്കിനി കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 550 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 3 കിലോമീറ്റർ, കാക്കനാടേക്ക് 5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, കലൂരേക്ക് 12 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,10 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.